നമസ്കാരം, എല്ലാവർക്കും പെൻഡാഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ പൊതുവെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് വരുന്ന ഒരു റിട്ടേണിനെ അപേക്ഷിച്ചിട്ട് കഴിഞ്ഞൊരു വർഷം നമുക്ക് വന്നിട്ടുള്ളൊരു റിട്ടേൺ കുറവാണ്. അപ്പോൾ പലപ്പോഴും ഇവിടെ ഞങ്ങൾക്ക് വരുന്ന എൻക്വയറിയിൽ ആൾക്കാർ സംസാരിക്കുമ്പോൾ ചോദിക്കുന്നത്, ഞാൻ എന്തിന് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യണം? മാർക്കറ്റ് റിലേറ്റഡ് ആയി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഞാൻ ബാങ്ക് റിലേറ്റഡ് അങ്ങനത്തെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കൺസിഡർ ചെയ്യുന്നതല്ലേ നല്ലത്? മാർക്കറ്റിൻ്റെ റിസ്ക് ഉണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും എനിക്ക് നല്ലൊരു റിട്ടേൺ വരുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യണം എന്നുള്ളത്. പൊതുവെ ഒരു 10 വർഷത്തെ ഒരു കാലയളവിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് റിട്ടേൺ ഇതിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് മാർക്കറ്റ് അത്ര വലിയൊരു പെർഫോമൻസ് വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ വരുന്നവരോട് നമ്മൾക്ക് എന്താണ് പറയാനുള്ളത്, മഞ്ചേഷ്? ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർ ചെറിയൊരു കാലയളവിലേക്ക് ഈ പണിക്ക് നിൽക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ചരിത്രം കാണിക്കുന്നത് അതാണ്. ഇനി ട്രേഡിംഗ് ആംഗിൾ വരുന്നവർ ഷോർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി എടുത്തിട്ട് ആ ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ഒരു കമ്പനി പണം എറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ വരുന്നു, അവർ ആ പണം എറേസ് ചെയ്യുന്നു, അത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു, അതിൻ്റെ റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 2 രീതിയിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നത്. ഒന്ന് പ്രൈസ് അപ്രീസിയേഷനും അതിൻ്റെ ഡിവിഡൻറ്റിനും. ഇതിനൊരു സമയമെടുക്കും. ഇപ്പോൾ ഈ സമയം കൺസിഡർ ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നറിഞ്ഞിട്ട് മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നാൽ മതി എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കുന്നതാണ് ഒരു ഇൻവെസ്റ്ററുടെ വിജയം എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ ഇതിനുള്ളൊരു സമയം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ 6 വർഷം തയ്യാറാണ്. അതേ എമൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടാൽ നമുക്ക് എത്ര കിട്ടും എന്ന് നമ്മൾ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ശരാശരി സ്റ്റോക്ക് മാർക്കറ്റ് ഒരു 15% റിട്ടേൺ നമുക്ക് നൽകിയിട്ടുണ്ട്. 15% റിട്ടേൺ എന്ന് പറഞ്ഞാൽ നല്ല റിട്ടേൺ ആണ്. ഇതിനെ നമ്മളെപ്പോഴും ട്രേഡിംഗ് ആംഗിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഇയർ ഓൺ ഇയർ നോക്കിക്കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ ഒക്ടോബർ മാസം തൊട്ട് ഈ ഒക്ടോബർ മാസം വരെ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 3% അല്ലെങ്കിൽ 5% താഴെ ഒരു പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് നൽകിയിട്ടുണ്ടാവുള്ളൂ. 2024 ചിലപ്പോൾ 8% മാത്രമേ നമുക്ക് നൽകിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇത്രയും നല്ല റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ഇല്ല. നമുക്കറിയാം കോവിഡിൻ്റെ കാലത്തൊക്കെ മാർക്കറ്റ് താഴെ പോയ അവസ്ഥ നമ്മൾ കണ്ടു. അവിടെ നിന്നാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇന്ത്യയിലെ സ്റ്റോക്കിൽ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. IMFൻ്റെ പ്രധാന വ്യക്തി നൽകിയ ഒരു കമൻറ്റിൽ ലോകത്തെ ഏറ്റവും നല്ല ഡെസ്റ്റിനേഷൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡെസ്റ്റിനേഷൻ ഇന്ത്യയാണെന്നാണ് അവർ പറയുന്നത്. അവരെ പോലുള്ള ആൾക്കാർ വെറുതെ ഒന്നും പറയില്ല എന്ന് നമുക്കറിയാം. ശരിയാണ്, ഇന്ത്യക്കും ഗ്ലോബലിയും ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുണ്ട്, പാകിസ്ഥാനും ചൈനയായിട്ടുള്ള പ്രശ്നമുണ്ട്, അമേരിക്കയായിട്ടുള്ള താരിഫ് ഇഷ്യൂ ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് എല്ലാം ഇന്ത്യക്ക് അനുകൂലമാണ്. ഇവിടെ ഇൻഫ്ലേഷൻ കുറവാണ്, RBI വീണ്ടും റേറ്റ് കട്ട് ചെയ്യാനായിട്ട് തയ്യാറാണ്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയതൊക്കെ അതിൻ്റെ ഏതാണ്ട് ഒരു പാരമ്യത്തിൽ നിൽക്കുന്നു. നമ്മൾ ഒരുപക്ഷെ കേരളത്തിന് വെളിയിലോ അല്ലെ കേരളത്തിൽ തന്നെ അറിയാം എത്ര ഹൈവേ വരുന്നു, എന്തുമാത്രം റോഡുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചാൽ പോലും ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളെല്ലാം ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ കമ്പനികളുടെ ഒരു ഓഹരി ഉടമയെന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന റിട്ടേണും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും ആവശ്യം വേണ്ട ഒരു ഘടകമാണ് പേഷ്യൻസും ഡിസിപ്ലിനും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, നല്ല ഫണ്ടമെൻ്റലി ഉള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ നിരാശപ്പെടുത്താറില്ല. പിന്നെ പലരും അങ്ങനെ വരുന്നത് പെട്ടെന്ന് ആവശ്യമുള്ള കാശ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടിടരുത്. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നമുക്ക് നഷ്ടം സഹിച്ച് പിൻവലിക്കേണ്ടി വരും. അതാണ് കൂടുതലും ഇത്തരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് അല്ലാത്ത കമ്പനികൾ, നമുക്കറിയാം ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞ് ഇപ്പം കയറുന്ന സ്റ്റോക്കുകളുടെ പുറകെ പോവുക. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകൾ പരിഗണിച്ചാൽ പോലും കഴിഞ്ഞ ഒരു വർഷം ഞാൻ അതിൽ കൂടുതൽ റിട്ടേൺ നൽകിയ ഒരുപാട് കമ്പനികളുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നിഫ്റ്റി 500 ഒക്കെ വരുന്ന കമ്പനികളിൽ പോലും 77-78% റിട്ടേൺ നൽകിയ കമ്പനികൾ ഉണ്ട്. ഈ നിഫ്റ്റി ഒരു 3%, 5% എന്ന് പറയുമ്പോൾ പോലും ഇത്രയും റിട്ടേൺ നൽകിയ കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ കണ്ടെത്തി ഈ 77% ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഒരു 20-25% ഉള്ള കമ്പനികൾ കണ്ടെത്താനാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ വിജയം എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ അവരുടെ മൊത്തം അസറ്റിൻ്റെ ഒരു പ്രായമൊക്കെ കൺസിഡർ ചെയ്ത് അസറ്റ് അലോക്കേഷനൊക്കെ കൺസിഡർ ചെയ്ത് ഒരു 20-30% സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം വർദ്ധിച്ചു വരുന്ന ചിലവുകളും ഇൻഫ്ലേഷനും ഒക്കെ ബീറ്റ് ചെയ്യാൻ, ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നു എന്നുണ്ടെങ്കിൽ പോലും ഭാവിയിൽ ഇപ്പോൾ 20-30 വയസ്സുകളിലൊക്കെ ഉള്ള ഒരാൾ 60 വയസ്സ് റിട്ടയർ ചെയ്യുമ്പോൾ 30 വർഷത്തെ കാലയളവുണ്ട്.
മാക്സിമം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 30 വർഷം 60 വയസ്സ് വരെ ജീവിച്ചു വീണ്ടും അവരൊരു 90 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ ഈ 30 വർഷം കൊണ്ട് പണിത കിട്ടിയ കാശ് കൊണ്ട് തന്നെ വേണം ഒരു 30 വർഷം അവിടെ ജീവിക്കാൻ. അപ്പോൾ അതിലേക്കുള്ളൊരു കരുതലെന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും റിട്ടയർമെൻറ്റ് പ്ലാൻ ഒരുപാട് ഒരളവിൽ കൂടുതൽ പ്രാമുഖ്യം നൽകിയതായിട്ട് കണ്ടുവരുന്നുണ്ട്. ആ റിട്ടയർമെൻറ്റ് ജീവിതത്തിലെ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് കരുതി വെക്കണം. അത് കരുതി വെക്കുന്നത് നമ്മളൊരു ഇപ്പോൾ ജോലി കിട്ടുമ്പോൾ തന്നെ ഒരു 5% അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ ഇപ്പോൾ ഈ ആവശ്യം നമുക്ക് നിറവേറ്റാനാവുകയുള്ളൂ. അപ്പോൾ വൈസായിട്ട് നമ്മൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിനെ സമീപിക്കുക, സ്പെക്കുലേറ്റീവ് എലമെൻറ്റിൻ്റെ പുറകെ പോകാതിരിക്കുക. ഓക്കെ വിനോദ്, അതുപോലെ ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞൊരു വർഷത്തിൽ ഈ പറഞ്ഞ പോലെ ബാങ്ക് റേറ്റിനെ മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു റിട്ടേണേ വന്നിട്ടുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഇത് തന്നെ കൃത്യമായിട്ടുള്ള അസറ്റ് ക്ലാസ്സുകൾ സെലക്ട് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ തന്നെ നമ്മൾ പല ക്ലയൻസിനെ നോക്കിയാലും ഗോൾഡ്, സിൽവർ അതുപോലത്തെ അസറ്റ് ഡൈവേഴ്സിഫൈ ചെയ്തവർക്ക് നല്ലൊരു അലോക്കേഷൻ വന്നിട്ടുണ്ട്, ഒരു മൾട്ടി അസറ്റ് കാറ്റഗറി ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളിൽ പോയവർക്കല്ല. അപ്പോൾ ആ ഒരു ആംഗിളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നല്ലത് തന്നെയാണ് ഈ ചെറിയ ഡ്യൂറേഷനിൽ. അപ്പോൾ ഇനി ഈ ഒരു ചെറിയൊരു കാലഘട്ടത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളോ കാര്യങ്ങളിലോ വരുന്നവർക്കും ഒരു ലോങ് ടൈമിലേക്കും ഉള്ള ഒരു ഇതിൽ വിനോദിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? ഇതിൽ നമ്മൾ സാധാരണ ഇപ്പോൾ റിട്ടേൺ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നവരെല്ലാം ബാരോമീറ്റർ ആയിട്ട് നമ്മളുടെ ഇൻഡെക്സിൻ്റെ പെർഫോമൻസ് ആണ് നോക്കുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല കമ്പനികളുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് എന്ത് റിട്ടേൺ കിട്ടിയെന്ന് നോക്കുമ്പോൾ അദ്ദേഹം നോക്കുന്ന അദ്ദേഹത്തിൻ്റെ നിഫ്റ്റി ബേസിലുള്ള അല്ലെങ്കിൽ ഇൻഡെക്സിൽ എത്രത്തോളം മൂവ്മെൻറ്റ്. സ്വാഭാവികമായിട്ട് ഇൻഡെക്സ് കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ളൊരു പെർഫോമൻസ് കുറവായിരുന്നു. അതിൻ്റെ മാർക്കറ്റ് വൈസ് ഇൻഡെക്സ് ബാരോമീറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് കഴിഞ്ഞ 2 വർഷ കാലയളവിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 3 ഇയർ റിട്ടേൺ തന്നെ ഒരു 11% മാർക്കറ്റിൽ റിട്ടേൺ ഉണ്ട്. ഒരു 20 ഇയേഴ്സ് പീരീഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അറൗണ്ട് 15% റിട്ടേൺ മാർക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഒരു സ്റ്റഡി റിട്ടേൺസ് നോക്കുന്ന ഒരു സേഫ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം സ്റ്റോക്ക് സ്പെസിഫിക് പോകാതെ അദ്ദേഹത്തിന് ഇൻഡെക്സ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കാവുന്നതാണ്. ഇൻഡെക്സ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ ഇൻഡെക്സ് ബേസ്ഡ് ETF ഒക്കെ നോക്കിയിട്ട് ഈ സേഫ് സോണിൽ നിന്നിട്ട് ചെയ്യാം. അല്ല കൂടുതൽ റിട്ടേൺ നോക്കുന്ന ആളുകളാണെങ്കിൽ മാർക്കറ്റിലേക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇൻഫ്ലേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു റിട്ടേൺ ഒന്നും കിട്ടിയാൽ പോരാ നമുക്ക്. കാരണം എഡ്യൂക്കേഷണൽ ഇൻഫ്ലേഷനും അതോടൊപ്പം തന്നെ ഈ ഹെൽത്ത് കെയർ നമ്മളുടെ ഹോസ്പിറ്റൽ ചിലവുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ വളരെ ഹയറാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റിൽ ഒരു നല്ല റിട്ടേൺ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിട്ടേൺ കിട്ടുന്ന അസറ്റ് ക്ലാസ്സുകളിലേക്ക് സ്റ്റോക്സുകളിലേക്കൊക്കെ മാറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് ചെയ്യാവുന്ന നമുക്കൊരു കാര്യം. കാരണം ഒരു നമ്മുടെ ലൈഫ് സ്പാൻ കൂടുന്നു, നമുക്ക് അത്രത്തോളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കോസ്റ്റ് എല്ലാം മീറ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി വെൽത്ത് ക്രിയേഷൻ ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റോക്കുകളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ല നിങ്ങൾ ഷോർട്ട് ടൈം ബേസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഇൻഡെക്സ് ബേസ്ഡുള്ള ETFകളിലേക്കൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ മാർക്കറ്റിൻ്റെ ഒരു സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഒരു സൈക്ലിക്കൽ നേച്ചർ നോക്കുകയാണെങ്കിൽ ഒരു 8 വർഷം കൂടുമ്പോഴും മാർക്കറ്റിൽ ഒരു റാലി തന്നിട്ടുണ്ടല്ലേ. 92 ഹർഷദ് മേത്തയുടെ ആ എഫക്റ്റിന് ശേഷം ഒരു മാർക്കറ്റിൽ ഒരു റാലി ഉണ്ടായിരുന്നു. അതിനുശേഷം 2000 .com ബബിൾ വന്നതിന് ശേഷം മാർക്കറ്റിൽ ഒരു റാലി കിട്ടി. 2008 ലേമാൻ ക്രൈസിസ് വന്നതിന് ശേഷം മാർക്കറ്റിന് വീണ്ടും ഒരു റാലി കിട്ടി. 2016 കഴിഞ്ഞിട്ട് കോവിഡ് കഴിഞ്ഞിട്ട് പോസ്റ്റ് കോവിഡ് ഒരു റാലി കിട്ടി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയുള്ള റാലി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു റാലിയുടെ ഉള്ള സമയം 2032 കൂടിയൊക്കെ നമുക്കൊരു മാർക്കറ്റിൽ നല്ലൊരു റാലിക്കുള്ള സമയമാണ്. അപ്പോൾ അതെ. അപ്പോൾ ഇപ്പോഴും നിൽക്കുന്ന പ്രശ്നവും റാലിക്കുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ അന്നേരം പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും എന്താ ചെയ്യേണ്ടത്, ഇപ്പോഴേ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് എല്ലാം നോക്കിയിട്ട് നല്ല സ്റ്റോക്കുകളെ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ലോങ് ടൈം വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല എന്നുള്ള കൺസേൺസ് ഒക്കെ ഒഴിവാക്കുക. കാരണം ഫണ്ടമെൻ്റൽസിൽ വിശ്വസിക്കുക, ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ വിശ്വസിക്കുക. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇന്ത്യ ഷൈനിങ് എന്ന്, പക്ഷേ നമ്മളും അതേപോലെയുള്ള ഇന്ത്യ ഷൈൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിലുള്ള കമ്പനികളെല്ലാം ഷൈൻ ചെയ്യും. അപ്പോൾ ആ ഒരു ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയുടെ ലോങ് ടൈം വ്യൂവിലൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് നല്ല വെൽത്ത് ക്രിയേഷനുള്ള ഏറ്റവും നല്ല അസറ്റ് ക്ലാസ്സാണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആ രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ല ഒരു കാര്യം. ഇപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ നോക്കുമ്പോൾ ചെറിയൊരു ഡ്യൂറേഷനിൽ നമുക്ക് ഒരു വലിയ റിട്ടേൺ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതില്ല. എല്ലാവരും തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു അലോക്കേഷൻ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു ചെറിയ കാലഘട്ടത്തിൽ ചെറിയ റിട്ടേൺ ആയിരിക്കാം ഒരു പക്ഷേ അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ബാക്കി അസറ്റ് ക്ലാസ്സുകളിൽ നിന്ന്
ലഭിക്കുന്ന ഒരു റിട്ടേണിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ളൊരു സ്കോപ്പ് ഉള്ളത് ഇതുപോലെ മാർക്കറ്റ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഡിസിപ്ലിനോട് കൂടി അലോക്കേഷൻസ് കാര്യങ്ങൾ നടക്കുമ്പോഴും ഒരു സെക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി മാത്രം അങ്ങനെ ഒരു ഫോക്കസ് ചെയ്യാതെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് പല മൾട്ടി അസറ്റ് കാറ്റഗറി ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ ചെയ്യുക. അത് കൃത്യമായിട്ടുള്ള ഇൻ്റർവെൽസിൽ നമുക്കത് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നമുക്ക് നല്ല നല്ല ഡിസിഷൻസ് എടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഒരിക്കലും ഒരു ചെറിയ കാലയളവിൽ നമുക്ക് മാർക്കറ്റ് റിട്ടേൺ വലിയ രീതിയിൽ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് പോകുന്നത് അഡ്വൈസബിൾ അല്ല. കാരണം ലോങ് ടൈം ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾക്ക് റിസ്ക് ഉണ്ട് എങ്കിൽ കൂടി അത് നല്ലൊരു റിട്ടേൺ നമുക്ക് എല്ലാവർക്കും തന്നെ കൃത്യമായ ഒരു അപ്രിസിയേഷനോട് കൂടി തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുക, ഒരിക്കലും അത് ഒഴിവാക്കേണ്ടതില്ല.